എപ്പിസോഡ് ഓപ്പണിംഗ് സീനിൽ ട്രബോള് അവനാവട്ടെ അവിടെ ഉണ്ടായിരുന്ന വലിയൊരു കപ്പലെടുത്ത് ബിൽഡിങ്ങിലേക്ക് ആഞ്ഞടിക്കുകയാണ്. ആ ബിൽഡിംഗ് മുഴുവനായിട്ടും തകർന്ന് താഴേക്ക് വീഴും. ഷുഗറും അവിടെ ഉണ്ടായിരുന്ന സെക്യൂരിറ്റീസും നമ്മുടെ ആൾക്കാരും എല്ലാവരും ഒരു സെക്കൻഡ് ഫ്രീസായി പോവും. പക്ഷേ ട്രബോളിന് മാത്രം യാതൊരു കൂസലുമില്ല. അവൻ ചെയ്തതിന്റെ ആഴം എന്താണെന്ന് പോലും അവൻ മനസ്സിലായിട്ടില്ല. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ഔട്ട് ചെയ്ത് ആ ബിൽഡിങ്ങിന്റെ B1 പോർഷൻ കാണിക്കും. അവിടെയാണ് ലൂഫിയാൻ ടീം ഉള്ളത്. അവര് രണ്ട് ഗ്രൂപ്പായിട്ട് സ്പ്ലിറ്റ് ആയിരിക്കുകയാണ്. ഒന്ന് ലൂഫിയാൻ ടീമും മറ്റൊന്ന് സാമുറായും കുഞ്ഞിപ്പെണ്ണും. അതിന് തൊട്ട് മുകളിലായിട്ട് 1F. അവിടെയാണ് ടോയ് സോൾജിയറും അവന്റെ കുറച്ച് അസിസ്റ്റൻസും ഉള്ളത്. അതിന്റെ മുകളിലായിട്ട് 2F അവിടെയാണ് ഡോഫ്ലെമിംഗോയും കിങ് റിക്കോയും ട്രഫാർഗർലോയും അവർ മൂന്ന് പേരും ഉള്ളത്. അവിടുന്ന് അങ്ങനെ ക്യാമറ സൂം ചെയ്ത് നമ്മുടെ ലൂഫിയെയും വയലറ്റിനെയും കാണിക്കും. അവർ രണ്ടുപേരും ഉഷാറായിട്ട് ഓടുകയാണ്. ആ പിക്കാണെങ്കിൽ അവരുടെ പിന്നാലെ ഓടുകയാണ്. വയലറ്റിന് ഒരു സെക്കൻഡ് സോറോയെ കുറിച്ച് ഓർത്ത് പേടി തോന്നും. അതിന് ലൂഫി പറയും, പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല, അവൻ ഭയങ്കര പവർഫുൾ ആണ്, അവന്റെ മുൻപിൽ ആ പീക്കെ കൊണ്ട് പിടിച്ചു നിൽക്കാനായിട്ട് പറ്റില്ല. ജോറോ ആണെങ്കിൽ അതിന്റെ പിന്നാലെ ഓടി അച്ചരം പൊച്ചറം അതിനെ വെട്ടിക്കൊണ്ടേയിരിക്കും. എത്രത്തോളം സോറോ വെട്ടിയാലും അതാണെങ്കിൽ വീണ്ടും വീണ്ടും സ്റ്റോൺസ് ഉപയോഗിച്ച് അതിന്റെ രൂപം അത് റീക്രിയേറ്റ് ചെയ്ത് അവർ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പൊ അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത് നടക്കുന്ന ആ ഗ്രൗണ്ട് കാണിക്കും. അവിടെയാണെങ്കിൽ ദിവസങ്ങളായിട്ട് മത്സരം അങ്ങനെ കൊളുത്തുകൊണ്ടേയിരിക്കുകയാണ്. കണ്ടസ്റ്റൻസ് ആണെങ്കിൽ ആവേശത്തോടു കൂടെ ഫൈറ്റ് ചെയ്യാണ്. അവരെ കഴിഞ്ഞു ആവേശമാണ് ചുറ്റുമുള്ള ജനങ്ങൾക്ക്. ഇവിടെ റെബേക്ക ആണെങ്കിൽ അവളുടെ സ്ക്വാഡ് എടുത്ത് ഡയറക്റ്റ് ആയിട്ട് ആ ഡീമണ്ടേ ആയിട്ട് ഫൈറ്റ് ചെയ്യാണ്. അവളാണെങ്കിൽ നിർത്താതെ അവനെ ഒരുപാട് തവണ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവന്റെ ബോഡിയിൽ ഒരു ചെറിയ സ്ക്രാച്ച് പോലും വീഴില്ല. അവനുടനെ അവളെ പിടിച്ചു വലിച്ചു കളിയാക്കും. നീ എത്രയൊക്കെ ശ്രമിച്ചാലും എന്നെ അറ്റാക്ക് ചെയ്യാനായിട്ട് പറ്റില്ല, കാരണം നീ ഒരു കുട്ടിയാണ്. പക്ഷേ ഈ ജനങ്ങളുടെ ആഗ്രഹം അതെനിക്ക് സാധിച്ചു കൊടുത്തേ പറ്റൂന്ന് പറഞ്ഞ് അവനൊരു ബോക്സ് ഓപ്പൺ ചെയ്ത് ഒരായുധം പുറത്തെടുക്കുകയാണ്. റബേക്ക ആണെങ്കിൽ അത് കണ്ട് പേടിച്ച് ഓടാനായിട്ട് ശ്രമിക്കും. ഉടനെ അവൻ പിടിച്ചു വലിച്ച് റബേക്കയുടെ തലയിൽ ആഞ്ഞൊരടി. ആ ഒരു അടിയില് ചോര തുളുമ്പി അവളുടെ മുഖത്തുണ്ടായിരുന്ന ആ ഒരു മാസ്ക് അതങ്ങനെ തകർന്നു പോവാണ്. ആ ബോയ്ക്കാണെങ്കിൽ അത് കണ്ട് സഹിക്കാനായിട്ട് കഴിയില്ല. അവൻ ഓടി വന്ന് അവളെ പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കും. പക്ഷെ അപ്പോഴേക്കും വെർജസ് അവനാണെങ്കിൽ സാബോയെ അറ്റാക്ക് ചെയ്യാൻ സാബോയുടെ മുൻപിൽ വന്ന് നിൽക്കുകയാണ്. ഇവിടെ നമ്മുടെ റബേക്ക പെണ്ണിനാണെങ്കിൽ ഒരനക്കവും ഇല്ല. ചോരയിൽ കുളിച്ചു കിടക്കുന്ന റബേക്കയെ കണ്ട് ജനങ്ങളെല്ലാവരും അട്ടഹസിക്കും. സാബോ ആണെങ്കിൽ പച്ചത്തലയനോട് റബേക്കയെ പ്രൊട്ടക്ട് ചെയ്യാൻ പറയും. അതേസമയം ഇവിടെ ആ വില്ലൻ അവൻ റബേക്കയോട് പറയും, റബേക്ക, നിനക്കൊരു കാര്യം അറിയോ, നിന്റെ അമ്മ മരണപ്പെട്ടത് അതെങ്ങനെയാണെന്ന്. റബേക്ക ആണെങ്കിൽ പതിയെ കണ്ണു തുറക്കും. അവളുടെ അമ്മ അവരെങ്ങനെയാണ് മരിച്ചതെന്നുള്ള സ്റ്റോറി അതവൻ പറയാൻ പോവാണ്. കട്ട് ചെയ്ത ഇവിടെ ആ കപ്പൽ വന്ന് വീണതിൽ ബിൽഡിംഗ് മുഴുവനായിട്ടും തകർന്നിരിക്കുകയാണ്. റോബിൻ ആണെങ്കിൽ നൈസായിട്ട് ഇപ്പോൾ ഉസോപ്പിന്റെ അടുത്തേക്ക് വരും. ഉസോപ്പ് ഒരുപാട് ബിൽഡിംഗ് പീസുകളുടെ ഇടയിൽ അങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. റോബിൻ കഷ്ടപ്പെട്ട് അവനെ പുറത്തേക്ക് വലിച്ചെടുക്കും. നമുക്ക് എത്രയും പെട്ടെന്ന് സേഫായ ഒരു സ്ഥലത്തേക്ക് മാറണം. ആ ട്രബോളും ഷുഗറും അവർ രണ്ടുപേരും എല്ലാ കള്ളത്തരങ്ങളും കണ്ടുപിടിച്ചു. ട്രബോള് ലിയോയെയും ടീമിനെയും അവന്റെ ജെല്ലി പവർ വെച്ച് ലോക്ക് ചെയ്ത് കഴിഞ്ഞു. ട്രബോൾ ആണെങ്കിൽ ലിയോയോട് ചോദിക്കും, സത്യം പറയും, നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് അതാരാ? അതിന് ലിയോ പറയും, ഒരു കാരണവശാലും ഞങ്ങളത് പറയില്ല. ട്രബോളിന് പിടികിട്ടും അവരോട് എത്രയൊക്കെ ചോദിച്ചാലും അവരത് ആരാണെന്ന് പറയില്ല എന്ന്. അതിന് ട്രബോള് ഒരു ചെറിയ ട്രിക്ക് പ്രയോഗിക്കും. ഒരു പക്ഷേ നിങ്ങൾ ഇവിടേക്ക് കൊണ്ടുവന്നത് എന്റെ ഫ്രണ്ട് ആയിരിക്കും, അവന്റെ പേര് എന്ന് പറഞ്ഞ് അവൻ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവും. ആ ടൈമിൽ നമ്മുടെ മണ്ടൻ ലിയോ ആണെങ്കിൽ ഉസോലാൻഡിനെയാണോ നീ ഉദ്ദേശിക്കണേന്ന് ചോദിക്കും. ട്രബോൾ ആണെങ്കിൽ അത് കേട്ട് പൊട്ടിച്ചിരിക്കും. നിന്റെ വായിന്ന് തന്നെ ഞാൻ അവന്റെ പേര് വരുത്തിയത് കണ്ടോ, ഇതൊക്കെ എന്റെ വെറും ട്രിക്കാണെന്ന് പറഞ്ഞ് അവനെ വീണ്ടും വീണ്ടും ട്രിഗർ ചെയ്ത് ഓരോ കാര്യങ്ങളായിട്ട് കണക്ട് ചെയ്ത് മനസ്സിലാക്കി എടുക്കാനായിട്ട് തുടങ്ങും. അതിനുശേഷം ആ ട്രബോള് അവൻ ക്രിയേറ്റ് ചെയ്ത ജെല്ലിയിലേക്ക് തീ കത്തിച്ചു വിടുകയാണ്. തീയാണെങ്കിൽ ആളി പടരും. അപ്പോഴും ലിയോ ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ആ പോയിസൺ ഫ്രൂട്ട് അതങ്ങനെ കയ്യിൽ തന്നെ ചുരുട്ടി പിടിച്ചിരിക്കുകയാണ്. ഉസോപ്പ് ആണെങ്കിൽ ലിയോയുടെ അടുത്തേക്ക് വരും. ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് കേൾക്ക്, നമുക്കിനി ഒന്നും ചെയ്യാനാവില്ല. അതിന് ലിയോ പറയും, എന്തൊക്കെ സംഭവിച്ചാലും SOP അത് കംപ്ലീറ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഞങ്ങളുടെ കമാൻഡർ ടോയ് സോൾജിയർ അദ്ദേഹത്തിനായിരിക്കും ഇതിന്റെ ഇമ്പാക്ട് ഉണ്ടാവുമെന്ന് പറഞ്ഞ് വീണ്ടും അവൻ മുൻപോട്ടേക്ക് പോകും. അവന്റെ വാശിയും ലക്ഷ്യബോധമൊക്കെ കാണുമ്പോൾ ഉസോപ്പ് ആണെങ്കിൽ അത് കണ്ട് വണ്ടർ അടിക്കും. ഇവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇപ്പൊ ടോയ് സോൾജിയറിന്റെ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുകയാണ്. ഫ്ലാഷ് ബാക്കിൽ എല്ലാവരും ഒരു ന്യൂസ് വായിച്ച് ഷോക്കാവും. ന്യൂസിൽ മറ്റൊന്നുമല്ല, ഡോഫ്ലെമിംഗോ അവൻ വെസ്റ്ററോസ രാജ്യത്തിന്റെ കിങ് പദവി അത് ഉപേക്ഷിക്കുകയാണ് എന്നതാണ്. ഈ ഒരു ന്യൂസ് അറിഞ്ഞ് സെല്ലിൽ കിടക്കുന്ന ഗ്ലാഡിയേറ്റേഴ്സ് അവർ സന്തോഷത്തിൽ തുള്ളിച്ചാടും. അവരുടെ റിക്കോ ഫാമിലി അവർ തിരികെ വന്ന് ഈ രാജ്യം അത് ഏറ്റെടുക്കും എന്നൊരു വലിയ പ്രതീക്ഷ അവരിലേക്ക് വരികയാണ്. മാത്രമല്ല റബേക്കയുടെ മനസ്സിലും ഈ ഒരു വലിയ ന്യൂസ് അത് ചെറുതല്ലാത്ത ഒരു ആശ്വാസം കൊടുക്കും.
ഇവിടെ ഡോഫ്ലമിംഗോ ആണെങ്കിൽ ആർക്കും മറുപടി കൊടുക്കാതെ ട്രഫാർഗറിലോടെ കോളിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. മറ്റൊരു ഭാഗത്ത് CP0 ടീം അവരിപ്പോ ഐലാൻഡിൽ ലക്ഷ്യമാക്കി വരികയാണ്. ടോയ് സോൾജിയറിനും ലിറ്റിൽ പീപ്പിൾസിനും ഭയങ്കര സന്തോഷം. അവർ വർഷങ്ങളായിട്ട് കേൾക്കാൻ കാത്തിരുന്ന അത്രയും നല്ലൊരു ന്യൂസ് അതാണ് ഇപ്പൊ അവരെ തേടി എത്തിയിരിക്കുന്നത്. പക്ഷേ ടോയ് സോൾജിയർ ആണെങ്കിൽ തീർത്തു പറയും, ഇതിൽ എന്തൊക്കെയോ ചതിയുണ്ട്. എനിക്ക് ഉറപ്പുണ്ട് ഒരു കാരണവശാലും ഡോഫ്ലമിംഗോ അവൻ ഈ രാജ്യം വിട്ടു പോവില്ല. മാത്രമല്ല നിങ്ങളുടെ ഫ്രണ്ട്സ് അവർ തിരികെ വരികയുമില്ല. അത് കേട്ട ലിറ്റിൽ പീപ്പിൾസ് അവരങ്ങനെ ഡൗൺ ആവുകയാണ്. മറ്റൊരു ഭാഗത്ത് ടെസ്റോസയിലെ ജനങ്ങൾ അവർ സത്യം മനസ്സിലാക്കി ആശ്വസിക്കുകയാണ്. അവർക്ക് ഡോഫ്ലമിംഗോയെ ഇപ്പോൾ വിട്ടുപിരിയാൻ കഴിയുന്നില്ല. അതേ ടൈം തന്നെയായിരിക്കും ഡോഫ്ലമിംഗോയുടെ അസിസ്റ്റൻസ് ആ ഒരു ഡെവിൾ ഫ്രൂട്ടിന്റെ മത്സരത്തിന്റെ കാര്യം അതെല്ലാ ഭാഗത്തും അനൗൺസ് ചെയ്യുക. അവൾ അത് കേൾക്കേണ്ട താമസം ടോയ് സോൾജിയറിനോട് പറയും, ഉറപ്പായാലും ഞാനിതിൽ മത്സരിക്കും. ആ ഡെവിൾ ഫ്രൂട്ട് എനിക്ക് കിട്ടിയ തീർച്ചയായിട്ടും എനിക്ക് ആ ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാൻ പറ്റും. ടോയ് സോൾജിയർ ആണെങ്കിൽ തീർത്തു പറയും, എന്നെ കൊണ്ട് പറ്റില്ല, ഞാൻ ഒരു കാരണവശാലും നിന്നെ അതിന് അയക്കില്ല. പണ്ട് മുതലേ നിന്റെ ഫൈറ്റിംഗ് സ്കില്ലും മെന്റാലിറ്റിയും എനിക്കറിയാം. മത്സരിക്കാൻ വരുന്നവരെല്ലാവരും വളരെ ബ്രൂട്ടൽ മൈൻഡഡ് ആയിരിക്കും. നിനക്ക് അവരുടെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷെ അവളാണെങ്കിൽ തീരുമാനിച്ചുറപ്പിച്ച് ടോയ് സോൾജിയറിനോട് പറയും, നിങ്ങളല്ല എന്നെ ആര് തടഞ്ഞാലും ഞാൻ കേൾക്കില്ല. ഇപ്പൊ നമ്മുടെ മുൻപിലുള്ള ഏക പ്രതീക്ഷ അത് ആ ഡെവിൾ ഫ്രൂട്ട് മാത്രമാണ്. ഇങ്ങനെ ഒരു ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി അത് സ്പോയിൽ ചെയ്യാൻ എനിക്ക് പറ്റില്ല. ആ ഗ്ലാഡിയേറ്റേഴ്സിനെ കൊണ്ട് ഇനി ഫൈറ്റ് ചെയ്യാനാവില്ല. അവരുടെ ബോഡിയിൽ ഒരു ഇഞ്ച് സ്ഥലം പോലും പരുക്ക് പറ്റാൻ ബാക്കിയില്ല. നീണ്ട 1000 മാച്ചിൽ അവർ ജയിച്ചാൽ മാത്രമേ ആ ഗ്ലാഡിയേറ്റേഴ്സിന് പുറത്തു വരാൻ പറ്റൂ. പക്ഷേ 1000 മാച്ച് പോയിട്ട് ഒരു 100 മാച്ച് പോലും അവരെ കൊണ്ട് കംപ്ലീറ്റ് ചെയ്യാനാവില്ല. 3000 മാച്ച് കംപ്ലീറ്റ് ചെയ്ത ഒരാളെക്കുറിച്ച് മാത്രമേ ഞാൻ ഇന്ന് വരെ എൻ്റെ ലൈഫിൽ കേട്ടിട്ടുള്ളൂ. അത് മറ്റാരുമല്ല, സാക്ഷാൽ കൈറോസ്. എനിക്ക് അദ്ദേഹത്തിന്റെ മേലെ നല്ല വിശ്വാസം ഉണ്ടെന്ന് പറഞ്ഞ് അവള് ആ ശില കാണിച്ചു കൊടുക്കും. ആക്ച്വലി ആ കൈറോസ് ആണ് അവളുടെ പപ്പ. ആ പപ്പയാണ് ഈ ടോയ് സോൾജിയർ. ഒറ്റക്കാലനായ നിന്നെ കൊണ്ട് ഒരു കാരണവശാലും നമ്മളെ ആരെ രക്ഷിക്കാൻ പറ്റില്ല. ആ ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാനും കഴിയില്ല. ഇനിയും എന്നെ കൊണ്ട് നോക്കി നിൽക്കാൻ കഴിയില്ല. ഇതാണ് എനിക്ക് വന്ന ഏക ഒരവസരം. എനിക്കിത് ഉപയോഗിച്ചേ പറ്റൂ അവൾ തീർത്തു പറയും. ടോയ് സോൾജിയർ ആണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും പറയാതെ അവിടുന്ന് കടന്നു പോവാണ്. അവൾ ഒരുപാട് നേരം ടോയ് സോൾജിയറിനെ വിളിച്ച് കരയും. പക്ഷെ ടോയ് സോൾജിയർ അവളെ തിരിഞ്ഞു പോലും നോക്കില്ല. ടോയ് സോൾജിയർ ഇപ്പൊ ഈ കാര്യമെല്ലാം ഓർത്ത് അങ്ങനെ കിടക്കുകയാണ്. ഇവിടെ ലാവോജി അവൻ വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് വീണ്ടും ടോയ് സോൾജിയറിനെ ഇടിക്കാനായിട്ട് വരും. അടുത്ത നിമിഷം ആ ലിറ്റിൽ പീപ്പിൾസ് അവറ്റകളെല്ലാം ചേർന്ന് ലാവോജിയെ ഹോൾഡ് ചെയ്യാണ്. ആ ഗ്യാപ്പിൽ കുറച്ചു പേര് ടോയ് സോൾജിയറിനെ തൂക്കിയെടുത്ത് അവിടുന്ന് ദൂരേക്ക് പറക്കും. ടോയ് സോൾജിയർ ഒരു കാരണവശാലും നിങ്ങൾ വിട്ടുകൊടുക്കരുത്. ഈ ഒരു സന്ദർഭം അത് വേസ്റ്റ് ആക്കിയ പിന്നീട് നമുക്ക് ജയിക്കാനായിട്ടോ ഡോഫ്ലമിംഗോയെ തോൽപ്പിക്കാനായിട്ടോ പറ്റില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ലിയോ പറയും, ഞങ്ങളുടെ എല്ലാം വിശ്വാസം ആ ടോയ് സോൾജിയറിന്റെ അടുത്താണ്. അതിനൊരു പ്രത്യേക കാരണമുണ്ട്. കാരണം ടോയ് സോൾജിയറിനെയാണ് ഫസ്റ്റ് ആ ഷുഗർ പെണ്ണ് ടോയാക്കി മാറ്റിയത്. ടോയ് സോൾജിയറോ ആയിട്ട് മാത്രം അവള് കോൺട്രാക്ട് ക്രിയേറ്റ് ചെയ്തിരുന്നില്ല. അതുകൊണ്ട് തന്നെ അവർ പറയുന്ന ഒരു കാര്യവും ടോയ് സോൾജിയർ അനുസരിക്കാനായിട്ട് തയ്യാറായിരുന്നില്ല. അദ്ദേഹം 10 വർഷമായിട്ട് ഇതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴാണ് ഞങ്ങൾക്ക് കറക്റ്റായിട്ട് ഒരവസരം കിട്ടിയത്. ടോയ് സോൾജിയറിനെ കൊണ്ട് മാത്രമേ ആ ഡോഫ്ലമിംഗോയെ തകർക്കാൻ കഴിയൂ. കാരണം ടോയ് സോൾജിയർ ആരാണെന്നും അദ്ദേഹത്തെക്കുറിച്ചുള്ള കാര്യവും ആർക്കും തന്നെ ഇതുവരെയായിട്ട് അറിയില്ല. അദ്ദേഹം മറ്റാരുമല്ല, സാക്ഷാൽ കൈറോസ്. 3000 തവണ ഫൈറ്റ് ചെയ്ത് ജയിച്ച അതേ കൈറോസ്. ഞങ്ങൾക്ക് അദ്ദേഹത്തിന്റെ മേലെ നല്ല പ്രതീക്ഷയുണ്ട് എന്നവൻ തീർത്തു പറയുന്നതോടുകൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.